കിളിവാതിലുകളെ തുറക്കും. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, സ്വർഗം തുറന്ന് ഡോളർ ഇട്ട് തരത്തില്ല, സ്വർഗം തുറന്ന് റിയാൽ ഇട്ട് തരത്തില്ല, സ്വർഗം തുറന്ന് ഇന്ത്യൻ കറൻസി ഇട്ട് തരത്തില്ല. ഇട്ട് കൊടുത്തതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, അവൻ കണ്ടിട്ടുണ്ട്. അവൻ പക്ഷേ ഈ ദൈവം എപ്പോഴും അങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ കർത്താവ് ചെയ്ത് സ്വർഗം തുറന്ന് നിനക്ക് ഒരു ഐഡിയ പറഞ്ഞു തരും. അത് ഒരു ഐഡിയ തരും. കൈവെക്കുക, ഒരു ഐഡിയ തരും. 2025 പരിശുദ്ധാത്മാവ് ചില നല്ല ഐഡിയകൾ നിങ്ങൾക്ക് തരട്ടെ, നല്ല ഐഡിയകൾ നിങ്ങൾക്ക് തരട്ടെ. ഇപ്പൊ നമ്മൾ എന്റെ സ്ഥിതി ഇതാണ്, ഞാൻ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുക. പക്ഷെ ദൈവം ഒരു ഐഡിയ തന്നാൽ നിന്റെ അവസ്ഥ മാറുക തന്നെ ചെയ്യും. അവൻ പത്രോസിനൊരു ഐഡിയ കൊടുത്തു. അവൻ പടകിന്റെ ഇന്ന സൈഡിൽ വലയിറങ്ങി. ആ ഐഡിയ പടകിനെ നിറച്ചതുപോലെ അവൻ ഇതുവരെ ചെയ്യാത്ത, വർഷങ്ങളോളം അധ്വാനിച്ചിട്ട് ഒന്നും നേടാൻ കഴിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവം നിങ്ങൾക്കൊരു ഐഡിയ തരട്ടെ. എന്തിന്റെ ഐഡിയ എന്നറിയാമോ? എങ്ങനെ മുൻപോട്ട് പോകണം, എന്ത് ചെയ്യണം, എങ്ങനെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള ദൈവിക ഐഡിയ നിങ്ങളുടെ പ്രാർത്ഥന പറയും. നിങ്ങൾ കഥപടിച്ചിരിക്കുമ്പോൾ, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ അവൻ നിങ്ങൾക്ക് ദൈവിക ഐഡിയകളെ തന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒന്നോട് ഉയർത്തി പറ, ഐഡിയകൾ വരും. അവൻ ഐഡിയകൾ വന്നാൽ ടെസ്റ്റിമണിയൊക്കെ പറയാൻ പോയ സമയം കിട്ടുന്നില്ല. പക്ഷെ ഐഡിയകൾ കർത്താവ് തരും. ഒന്നോട് പറ, ഐഡിയ കർത്താവ് തരും. അവൻ അതിനകത്തുനിന്ന് എങ്ങനെ കരകയറാം, അവൻ അതിനകത്തുനിന്ന് എങ്ങനെ പുറത്തു വരാം, അവൻ എന്ത് ചെയ്താൽ സക്സസ് ആകും. അവൻ ആരെങ്കിലും ചെയ്യാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അവര് പോകുന്നിടത്ത് പോകാനല്ല നമ്മളെ വിളിച്ചത്. അവരെല്ലാം ചെയ്തതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അവരെല്ലാം പരാജയപ്പെട്ടുകൊണ്ട് ഞാൻ പരാജയപ്പെടണമെന്നില്ല. പിന്നെന്തോ, നമ്മളെ ദൈവം വിളിച്ചത് ദൈവം തരുന്ന ഐഡിയയിൽ നമ്മൾ കാര്യങ്ങൾ എടുത്തു വെക്കുമ്പോൾ അവിടെ ആർക്കും കാണാൻ കഴിയാത്ത അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരും. അപ്പൊ പ്രാർത്ഥിക്കുന്നവർ എന്ത് വരും? പ്രാർത്ഥിക്കുന്ന ഐഡിയ വരും. അതിനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. അവൻ ക്വാളിറ്റി ടൈം ദൈവത്തോട് കൂടെ സ്പെൻഡ് ചെയ്യും. ആമേൻ. എന്നാ ഞാൻ പറഞ്ഞു? ക്വാളിറ്റി ടൈം. നമ്മളെല്ലാവരും 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിച്ച് 15 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് വേദോസം വായിച്ച് പോകുന്നവർ അങ്ങനെ ആകരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ ക്വാളിറ്റി ടൈം എടുക്കണം. അപ്പൊ അതിനുവേണ്ടി സമയം എടുത്ത് മാറ്റി വെക്കണം. ബാക്കി എന്തൊക്കെ മാറ്റി വെക്കേണ്ട വന്നാലും അതൊക്കെ മാറ്റി വെച്ചിട്ട് കർത്താവിന്റെ കൂടെ യേശുവിനെ കണ്ടുപിടിച്ച് യേശു അധികാരത്തുണ്ടെന്ന് അവൻ പിതാവിന്റെ ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് ശുശ്രൂഷ ആരംഭിച്ചത്. ഇതുപോലെ നമുക്ക് ഒരു സിസ്റ്റം ഉണ്ടാകണം പ്രാർത്ഥനയ്ക്കകത്ത്. നമ്മൾ പലപ്പോഴും മറ്റു പലതും കയറി വരുമ്പോൾ ഒഴിവാക്കി വിടുന്നത് പ്രാർത്ഥനയാണ്. മറ്റു പലതും കയറി വരുമ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്യുന്ന ബൈബിൾ ധ്യാനമാണ്. നോ, അത് ചെയ്യരുത്. അത് ചെയ്യാൻ പറയുന്നത് എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. നമ്മൾ പ്രിഫറൻസ് അതിന് കൊടുത്താൽ ആദ്യ സമയങ്ങളിൽ നമ്മുടെ മുമ്പിൽ ബുദ്ധിമുട്ടൊക്കെ വരും. പക്ഷെ കുറെ കഴിയുമ്പോൾ ദൈവം നമുക്ക് സാഹചര്യങ്ങളെ അനുകൂലമാക്കി തരും. എത്ര പേര് വിശ്വസിക്കുന്നു? ആദ്യം ബുദ്ധിമുട്ടൊക്കെ വരും. ആദ്യം നമുക്ക് നമ്മുടെ ആ സമയത്ത് പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ആ സമയത്ത് എവിടെയെങ്കിലും പോകേണ്ടതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ വരും. പക്ഷെ നമ്മളൊരു ഡിസിഷൻ എടുക്കുക, ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കും, ഈ സമയം എൻ്റെ പ്രയർ ടൈം, അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ ഇത്ര നേരം ദൈവത്തിന്റെ കൂടെ ഇരിക്കും. അവൻ ആവശ്യം വരുമ്പോൾ ഓടി ചെല്ലുന്നതല്ല പ്രാർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ കൂടുതൽ വരും, നമുക്കൊരു പ്രശ്നം വരുമ്പോഴല്ലേ നമ്മൾ ദൈവസന്നിധിയിലേക്ക് പോകും. നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴല്ലേ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്. അങ്ങനല്ല, എപ്പോഴും. ഞാൻ പറയട്ടെ, എന്റെ മോൻ ഇന്നലെ ഫിസിക്സിന്റെ പരീക്ഷ ചെയ്തു. ഞാൻ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങളൊക്കെ പലരും വിളിച്ച് എന്നെ കൊണ്ട് പ്രാർത്ഥിച്ചു. അപ്പൊ ഞാൻ ഒരുത്തരോട് പറഞ്ഞു, എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കുക, എന്റെ പുത്രന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. എന്താ പ്രാർത്ഥിക്കാതെ? അപ്പം എന്നോട് വേറൊരാൾ ചോദിച്ചു. ഞാൻ പറയും, ദാനിയേലിനെ സിംഹക്കുഴിയിൽ ഇട്ടപ്പം എന്ന് പറഞ്ഞപ്പോൾ ദാനിയേൽ പ്രത്യേകിച്ച് പ്രാർത്ഥിച്ചൊന്നുമില്ല. നമ്മൾ പിന്നെ അവരെ അനുഗ്രഹിക്കുന്നുണ്ട്. നമുക്കറിയാം ദൈവം അതാതിന്റെ സമയത്ത് ചെയ്യും. 10ാം ക്ലാസ്സിൽ പുള്ളി പഠിക്കുമ്പോൾ കൊറോണയുടെ സമയമായിരുന്നു. പുള്ളിയെ സംബന്ധിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. 96% മാർക്ക് കിട്ടി. പഠിക്കേണ്ടതല്ല അതിന്റെ അർത്ഥം. പുള്ളി കീബോർഡ് വായിക്കാനും ദൈവത്തിന്റെ വേലയ്ക്ക് പോയപ്പോൾ 95.6-8% മാർക്ക് ദൈവം കൊടുത്തു. അപ്പൊ എനിക്കൊരു ഉറപ്പുണ്ട്, ദൈവത്തെ ഒരുത്തൻ സേവിച്ചിട്ടുണ്ട്, ദൈവം അവനെ മാനിക്കും. ദൈവത്തെ ഒരുത്തൻ സേവിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഒരുത്തനെ അവനെ മാനിക്കും. അവൻ ദൈവത്തെ സേവിക്കുന്നുണ്ട്, ദൈവം മാനിക്കും. അതുകൊണ്ട് ദൈവത്തിന്റെ കൂടെ സമയം മാറ്റി വെക്കണം. ഇവിടെ ഇപ്പൊ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഇനി അടുത്ത മാസം അമേരിക്കയിൽ നിന്ന് ബെനിഹിൽ വന്ന് പ്രാർത്ഥിച്ചു. ഒരു കാര്യവും നടക്കത്തില്ല. നിങ്ങളോടൊരു തീരുമാനമെടുക്കണം. ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ ഞാൻ തയ്യാറാണ്, സമയം സ്പെൻഡ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്നൊരു തീരുമാനമെടുത്തെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കത്തുള്ളൂ? ദൈവിക അനുഗ്രഹം നമ്മുടെ ലൈഫിൽ വരും. ആവശ്യങ്ങൾക്ക് വേണ്ടി ഓടി പോകുന്നത് ശരിയല്ല. ഒരാവശ്യം വരുമ്പോൾ മാത്രം പ്രാർത്ഥിക്കും. ഞാൻ പറയില്ലേ, അവനെ ഫിസിക്സിന്റെ പരീക്ഷയായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് ഉപവാസം എഴുതുന്നില്ല. ചില മാതാപിതാക്കൾ ഇന്നലെയായിരുന്നു എക്സാം, ഫുൾ ടൈം പ്രാർത്ഥനയാണ്. ഞാനൊരു വാക്ക് പറയാം, കർത്താവ് അവന് പരീക്ഷ ഉണ്ടാവും, പഠിച്ചിട്ട് മാർക്ക് കൊടുക്കണം, കർത്താവിന്റെ ഒരു ഫേവർ അവരുടെ പേര് ഉണ്ടാകണമെന്ന് രാവിലെ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ ഒത്തിരി പേര് വിളിച്ചവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ബോധ്യമുണ്ട്, ദൈവത്തെ സേവിക്കുന്നവരെ ദൈവം മാനിക്കും. ഉറക്കെ പറ, മാനിക്കും. ഈ
ദൈവത്തിന്റെ പ്രത്യേകത. ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം കർത്താവ്. നോ ഡൗട്ട്, നോ ഡൗട്ട്, നോ ഡൗട്ട്. അപ്പം എന്നാ ചെയ്യണം? കർത്താവിന്റെ കൂടെ ഇരിക്കണം. പറ, കർത്താവിന്റെ കൂടെ ഇരിക്കണം. ഉറക്കെ പറഞ്ഞ കർത്താവിന്റെ കൂടെ ഇരിക്കണം. സമയമാകുമ്പോൾ പറയണം. തുടങ്ങിയാൽ നിർത്താനൊരു അറിവുകൾ എനിക്കുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പോകാറാകുമ്പോൾ പറയുക, അന്നേരം ഞാൻ നിർത്താം. എന്റെ അമ്മായി എന്റെ അമ്മായി ഒന്ന് എഴുന്നേറ്റ്. അമ്മായി എല്ലാവരും ഇതാണ്. ഇതെന്റെ അമ്മായി. അമ്മായി എന്ന് പറഞ്ഞാൽ മമ്മിയുടെ ആങ്ങളുടെ ഭാര്യ. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അമ്മ മാതിരി. അമ്മായി ഇവിടെ വന്നിരിക്കും. അമ്മായി ആമീൻ പറയുന്നത് കേട്ടാ ഞാൻ ആമീൻ പറയാൻ പഠിച്ചു. അമ്മായി പണ്ട് അമ്മായി വിശ്വാസത്തിൽ പണ്ടേ ആണ് എങ്കിൽ പോലും അതിന്റെ ഒരു ഉപദേശം വന്നൊരു ദൂത് പറഞ്ഞ അമ്മായി ആ ദൂതിന്റെ ഒക്കെ പുറത്ത് അമ്മായി ഇപ്പൊ ദുബായിലിരിക്കുന്നു. അപ്പൊ ആമീൻ പറയുന്നതിന്റെ പവർ ഞാൻ അമ്മായിയും ആമീൻ പറയുന്നത് ഭയങ്കര പവർഫുൾ. ഞങ്ങളുടെ മമ്മി അമ്മായി പറയുന്നവർ പറയാൻ ശ്രമിക്കുമ്പോൾ ഞാൻ പറയും, അമ്മായിയെ കോപ്പി അടിക്കരുത്. നമുക്ക് വിശ്വസിച്ചിട്ട് നമ്മൾ ആമീൻ പറയാവൂ. ചുമ്മാ ആമീൻ പറഞ്ഞിട്ട് കാര്യമില്ല. വിശ്വസിച്ചിട്ട് ആമീൻ പറഞ്ഞു. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ കൂടെ ഇരിക്കാൻ നമ്മൾ തീരുമാനമെടുക്കണം. ആമേൻ. ഇങ്ങോട്ട് നോക്കി, കർത്താവിന്റെ കൂടെ ഇരിക്കുന്നത് അനുസരിച്ച് ദൈവിക അനുഗ്രഹമാണ്. മനസ്സിലായി? നമ്മുടെ അന്ന് ഞങ്ങൾക്ക് ആരും പറഞ്ഞു തരാനില്ലായിരുന്നു. അപ്പം ഈ പാസ്റ്റർ പ്രസംഗിക്കാനായിട്ട് സ്റ്റേജിൽ ഇരിക്കുമ്പം, അല്ല ഇതുപോലെ ഫ്രണ്ടിൽ ഇരിക്കുമ്പം ഗിറ്റാർ വായിക്കുന്ന ഒരു പയ്യനെ കാണിച്ചിട്ട് അവിടുത്തെ പാസ്റ്റർ ഈ മോനെ ഓർമ്മയുണ്ട്? ഇല്ല. അന്ന് ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിൽ കിടന്നു പറഞ്ഞു ചോദിച്ചു. ഈ ആ പാസ്റ്റർ പറഞ്ഞു, എന്നാൽ പിന്നെ അവൻ്റെ വൈഫിനെ ഞാനത് കാണട്ടെ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. ഉടനെ ചോദിച്ചു, മോളെ എന്തുവാ സംഭവിച്ചത്? ഉടനെ പറഞ്ഞു, പാസ്റ്റർ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, മരിക്കത്തില്ല, ജീവനോടിരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും എന്ന് നിരന്തരം പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞു? അത് പാസ്റ്റർ എൻ്റെ ഭർത്താവല്ലേ, എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? എത്ര പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ചോദിച്ചു, ഒന്നാണോ രണ്ടാണോ? ഇല്ല പാസ്റ്റർ, ഞാൻ ഉറക്കം വരത്തില്ല, ഭർത്താവ് മരിക്കാൻ കിടക്കും. അപ്പൊ ചാടി ഒന്ന് മയങ്ങിയാൽ പോലും ചാടി എഴുന്നേറ്റിട്ട് പറയും, എൻ്റെ ഭർത്താവ് മരിക്കത്തില്ല, ജീവനോടിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തിയെ വർണ്ണിക്കുമെന്ന് നിരന്തരം പറഞ്ഞത് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ശ്വാസമെടുക്കാൻ തുടങ്ങി. 7 ദിവസം കഴിഞ്ഞപ്പോൾ വെന്റിലേറ്റർ റിമൂവ് ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ചർച്ചിൽ ഗിറ്റാർ വായിക്കാൻ അവിടെ വന്നു നിൽക്കുക. നിങ്ങളുടെ ഏത് സാഹചര്യത്തെ നിങ്ങൾക്ക് വചനം പറഞ്ഞ് ജയിച്ച് പുറത്തു കൊണ്ടുവരാൻ കഴിയും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഇന്ന് എത്ര ക്രിട്ടിക്കൽ കേസ് ആണെന്ന് പറഞ്ഞാലും, എത്ര തകർന്നിരിക്കുന്ന അനുഭവമാണെന്ന് പറഞ്ഞാലും, അതിനെ നോക്കിയിട്ട് ഒരു വചനം നിരന്തരമായി വിളിച്ചു പറ, നിങ്ങളുടെ ലൈഫ് അത്ഭുതമായി മാറും. എത്ര മോശം കേസാണ്, അതിനകത്ത് ദൈവം അത്ഭുതം ചെയ്യും. ഞാൻ ദോഹ ചെയ്തപ്പോൾ ഞാൻ ചെന്ന് ബിസിനസ് ആരംഭിക്കുമ്പോൾ എന്നോട് ഞങ്ങളുടെ അച്ഛനുണ്ട്, ഇപ്പോഴും ഉണ്ട് അച്ഛൻ ഇങ്ങനെ, അച്ഛൻ പ്രത്യേക സ്വഭാവം, നല്ല മനുഷ്യൻ, തങ്കപ്പെട്ട സ്വഭാവം. എനിക്കൂടെ ഇത് ആയിക്കില്ല ദോഹയ്ക്ക്. അപ്പോൾ അച്ഛന് ഭയങ്കര മടക്കയാത്ര കൂട്ടായിട്ടിരിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു ഫോട്ടോ എടുക്കാം. ഉയരട്ടെ.